2014 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ബാലൻഡിയോർ പുരസ്കാരം പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നേടി. റൊണാൾഡോയുടെ മൂന്നാം ലോക ഫുട്ബോളർ പുരസ്കാരമാണിത്. ലാ ലീഗയിൽ റയലിനായി കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനമാണ് റൊണാൾഡോയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ജർമ്മനിയുടെ നദീൻ കെസ്ലർ നേടി. റയൽ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ക്ലബ് കഴിഞ്ഞ സീസണിൽ 2013-14 സീസണിലും അതിനുശേഷവും 2014 ആ ടീമിനുണ്ടായ ഒരു മികവ്, അല്ലെങ്കിൽ നമുക്കറിയാം ക്രിസ്ത്യാനോയെ കൂടാതെ ഒട്ടേറെ മികച്ച താരങ്ങളുണ്ടെങ്കിൽ പോലും ആ ടീമിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു ആണിക്കല്ല് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനോ തന്നെയാണ്. റയൽ ഒരുവിധം എല്ലാ കിരീടങ്ങളും, ലോക ക്ലബ് ഫുട്ബോൾ കിരീടം വരെ നേടി നേട്ടത്തിൻ്റെ നിറയിൽ കഴിഞ്ഞ തവണ ലീഗ് കിരീടം കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും ഇത്തവണ അത് നേടുമെന്നുള്ള ഉറപ്പിച്ച് തന്നെയാണ് റയൽ മുന്നേറുന്നത്. അപ്പോൾ ആ മുന്നേറ്റത്തിനെല്ലാം പിന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു. ഒരു തികഞ്ഞ ഫുട്ബോളർ എന്ന നിലയിലേക്ക് അദ്ദേഹം വളരെ നേരത്തെ തന്നെ വളർന്നു കഴിഞ്ഞു. എങ്കിൽ പോലും തുടർച്ചയായി നമുക്കറിയാം 22-ാം വയസ്സിൽ ബാലൻഡിയോർ പുരസ്കാരത്തിന് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹം തന്നെ 28-ാം വയസ്സിലും അതേ തികവോടുകൂടി കളിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ക്രിസ്റ്റിനെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഒരു ഫുട്ബോൾ താരത്തിന് അത്രത്തോളം തുടർച്ചയായ ഒരു ഫോം നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. ക്രിസ്ത്യാനോയുടെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയണമെങ്കിൽ ക്രിസ്ത്യാനോയുടെ ഒരു കളി രീതി, അദ്ദേഹം കളിയെ സമീപിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു തികവാർന്ന ഫുട്ബോളർ എന്ന നിലയിൽ തുടർച്ചയായി നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ക്രിസ്ത്യാനോയ്ക്ക് വീണ്ടും ആ പദവിക്ക് അർഹനാക്കിയത്. വേൾഡ് കപ്പ് ഫുട്ബോളിൽ റൊണാൾഡോ ആണോ മെസ്സിയാണോ മികച്ചതെന്ന് വളരെയധികം ചർച്ചാ വിഷയമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ ശരിക്കും പെലെയ്ക്കും മറഡോണയ്ക്കും ഒപ്പം നിൽക്കുന്നവർ. അപ്പോൾ ഒരു നല്ലൊരു ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ട് ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ ഇവർക്ക് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തുടർച്ചയായിട്ട് ഇവർ മാറി മാറി ഈ ലോകകപ്പ് മികച്ച ഫുട്ബോൾ താരങ്ങൾക്കുള്ള അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഒരു ഗോൾ കീപ്പർ കിട്ടും എന്ന് പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ റൊണാൾഡോയുടെ ശാരീരികം അത് ശരിക്കും അത്ഭുതമാണ്. കാര്യം ഇത്രയും തുടർച്ചയായിട്ട് ഇത്രയും കാലം ഇതേ ശാരീരിക മികവ് ഒരു ഫുട്ബോൾ താരം അല്ലെങ്കിൽ ഒരു അത്ലറ്റിക്സ് എത്രത്തോളം ശാരീരിക മികവിന് ഉടമയായിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് റൊണാൾഡോ. അതുപോലെ തന്നെ മെസ്സി ഒരു വ്യത്യസ്തമായ ശൈലി, രണ്ട് വ്യത്യസ്തമായ ശൈലികൾ കളിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ശരിക്കും ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച ഒരു സമയമാണിത്. അപ്പോൾ ഇതിലെ റൊണാൾഡോയ്ക്ക് കിട്ടിയാലും മെസ്സിക്ക് കിട്ടിയാലും അത് ഫുട്ബോളിൻ്റെ വിജയം തന്നെയാണ്. അതിലിപ്പം ആരെയും നമുക്ക് ഒരു മോശമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. മെസ്സിക്ക് സംഭവിച്ചത് ബാഴ്സലോണയ്ക്ക് മികച്ച റെക്കോർഡില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 90-ന് ശേഷം ആദ്യമായിട്ട് അർജൻറ്റീനയെ ഫൈനലെത്തിക്കുക എന്നുള്ളൊരു മഹത്തായ കർമ്മവും മികച്ച ഫുട്ബോൾ താരത്തിലുള്ള അവാർഡ് നേടിയതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമിക്കേണ്ട കാര്യമില്ല. ന്യൂയറിന് ശരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചായിരുന്നു ഗോൾഡൻ ഗ്ലൗ. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു വേറിട്ടുന്നു. പല താരങ്ങളും ജർമ്മനി ശരിക്കും ഒരു യന്ത്രം മൂലം പ്രവർത്തിച്ചുവെങ്കിലും അതിൽ വ്യത്യസ്തനായാണ് ന്യൂയർ ഉണ്ടായിരുന്നത്. അദ്ദേഹം ശരിക്കും ഒരു ഡീപ്പ് ഡിഫൻഡറും ഡിഫൻഡേഴ്സിനെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു ഘടകമായിട്ട് മാറി. വളരെ മികച്ച എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ന്യൂയർ ഇവരൊന്ന് വ്യത്യസ്തമായ റൊണാൾഡോ മെസ്സിന് വ്യത്യസ്തമായിട്ട് പ്രാവശ്യം ന്യൂയർ വരുമെന്ന്. റൊണാൾഡോയെ പോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഒരേ ഫോമിൽ ഒരേ മികവിൽ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ് ന്യൂയർ. അത് തന്നെയാണ് കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി ഇപ്പോൾ കാണുന്നതും അത് തന്നെയാണ്. എന്നാൽ അതിനിടയിലാണ് ഇവിടെ ഏറ്റവും വലിയ വിമർശനം ബാലൻഡിയോർ പുരസ്കാരത്തെക്കുറിച്ചുള്ള ഇതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു തുടങ്ങി. മെസ്സി ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെ തോമസ് മുള്ളറുടെ പ്രകടനം, മസ്കരാനോയുടെ പ്രകടനം, ഇത്തരത്തിലുള്ള താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് മെസ്സി റൊണാൾഡോ എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നെന്ന ചോദ്യം വരുന്നു. എന്നാൽ അത് കൂടുതൽ ചർച്ച ചെയ്യണം. നമുക്കറിയാം മെസ്സിയുടെയും റൊണാൾഡോയും നിലവാരം ഇപ്പോൾ എബിൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പദവിയിൽ അല്ലെങ്കിൽ ഒരു നിലയിൽ നിന്ന് കളിക്കുന്ന താരങ്ങളാണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ ലെവ്യാഷിനാണ് ബാലൻഡിയോർ പുരസ്കാരം നേരത്തെ യൂറോപ്പിൽ മാത്രം കൊടുത്തിരുന്ന അവസരത്തിൽ ആ പുരസ്കാരം നേടിയിട്ടുള്ള ഏക ഗോൾ കീപ്പർ. പിന്നീട് നമ്മുടെ ഒലിവർ കാനും മറ്റും വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് നോമിനേഷൻ ലഭിച്ചു എന്നല്ലാതെ ഈ പുരസ്കാരം ലഭിക്കുന്നില്ല. കമ്പനികളാണ് പലപ്പോഴും പലതും നിശ്ചയിക്കുന്നത് ആധുനിക ഫുട്ബോളിൻ്റെ ഒരു ബിസിനസ് വശം അത് തന്നെയാണ് ഫുട്ബോളിൻ്റെ പ്രചാരത്തിനും കാരണം. ആ അർത്ഥത്തിൽ ഇവിടെ റൊണാൾഡോയ്ക്കും മെസ്സിക്കും കൊടുക്കുന്നതിനെതിരെ ഏറെ വിമർശനങ്ങളുണ്ട്. എങ്കിൽ പോലും അവരുടെ പ്രതിഭയെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. എങ്കിൽ പോലും ഒരു വൈവിധ്യം ഉണ്ടാവുന്നത് ഫുട്ബോളിനെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. വ്യത്യസ്തരായ താരങ്ങൾക്ക് ഇത് നൽകാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ വിവാദങ്ങളിലേക്ക് കൂടുതൽ കടക്കണമെങ്കിൽ അത് വിശദമായ ചർച്ച തന്നെ വേണ്ടി വരും. അത് വൻകിട കുത്തകകളുടെ അല്ലെങ്കിൽ വൻകിട കുത്തകകൾ എത്രത്തോളം ഫുട്ബോളിനെ സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയം. നമ്മൾക്കറിയാം ബ്രസീലിൻ്റെ റൊണാൾഡോ ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിന് ഇറങ്ങേണ്ടി വന്നത് നൈക്കിയുടെ അല്ലെങ്കിൽ അവരുടെ സ്പോൺസറുടെ നിർബന്ധം കൊണ്ടാണ് എന്നുള്ള കഥകളും മറ്റും ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്.
അതിവിടെ എത്രത്തോളം ഈ നമ്മൾ പറഞ്ഞതുപോലെ ന്യൂയോർക്ക് കിട്ടാതിരിക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന് അത് നമുക്ക് വ്യക്തമല്ല. ഗോൾ അടിക്കാൻ എല്ലാ കളിക്കാരും 22 കളിക്കാരും ഗോൾ അടിക്കുക എന്ന ലക്ഷ്യത്തോട് കളിക്കുന്ന ഒരു ഗെയിമിൽ ഗോൾ അടിക്കുന്ന ആളെ തന്നെ താരമാവുക. പക്ഷെ ആ ഗോൾ കാണാനാണ് ജനങ്ങൾ വരുന്നത്. ഗോൾ കൂടുതലുള്ള കളികൾ ആണ് കാണികൾ എപ്പോഴും പറയുക വളരെ നല്ല കളി ഞങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് പറയാം. പക്ഷേ അതിനുപരി പറഞ്ഞതുപോലെ എല്ലാവർക്കും കിട്ടാനുള്ള ഇതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയാം, ഇവർ രണ്ടുപേരും മെസ്സിയും റൊണാൾഡോയും ശരിക്കും ഒരു വ്യത്യസ്തമായ തലത്തിൽ കളിക്കുന്ന ആൾക്കാരാണ്. അവരോട് കമ്പയർ ചെയ്യാൻ ഇന്നൊരു താരങ്ങളില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതായത് റൊണാൾഡോ റിയൽ മാഡ്രിഡിൽ വന്നത് തന്നെ അദ്ദേഹത്തിന് ഈ അവാർഡിന് വേണ്ടിയാണെന്നൊരു ചെറിയൊരു ആദ്യത്തെ വർഷങ്ങളിൽ റൊണാൾഡോയ്ക്ക് ഈ അവാർഡ് കിട്ടാത്ത കാരണം റൊണാൾഡോ നിരാശനായി തിരിച്ച് മാഞ്ചസ്റ്ററിലോട്ട് പോകണം എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാവുമെങ്കിലും ഇന്ന് ഇവർക്ക് പകരം വയ്ക്കാൻ എന്തായാലും അവർക്ക് വേറൊരു താരങ്ങളില്ല. പിന്നെ ഗോൾ തന്നെയാണ് ആത്യന്തികമായ ഫുട്ബോളിലെ വിജയം. ആ ഗോൾ നേടുന്നവൻ താരമാകും എന്നുള്ളതിൽ ഏതൊരു സംശയമില്ല. ഇപ്പോൾ ഡിഫൻഡേഴ്സായ കണവാറയെ കിട്ടുന്ന മൽഡീനി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ കഴിവുണ്ട്. അപ്പം ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ജോക്കിംഗ് ലോ എന്ന കോച്ചിന് കിട്ടിയെങ്കിൽ അത് 100% അയാൾക്ക് അർഹതപ്പെട്ടതാണ്. അതായത് ജർമ്മൻ വേൾഡ് കപ്പിൽ ഇന്ന് മുതൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ജർമ്മനിയെ ഒരേ രീതിയിൽ പരിശീലിപ്പിക്കുകയും ആ ഒരു അച്ചുതണ്ട് കളിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തിരുന്ന ഒരു കോച്ചാണ് ജോക്കിംഗ് ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ക്ലിൻസ്മാൻ അമേരിക്കയ്ക്ക് നല്ല ടീമുണ്ടായി.